ട്രാവൻകൂർ കിച്ചൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മോത ഫ്രൈ ആണ്. മോത, കോബിയ, ബ്ലാക്ക് കിങ് ഫിഷ്, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ഫിഷാണ് മോത. ഇത് ട്രിവാൻഡ്രത്ത് അത്രയ്ക്ക് വലിയ കോമൺ ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ കോമൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഐ തിങ്ക് സോ, ബട്ട് നോട്ട് ദാറ്റ് മച്ച്. കുറച്ച് നമ്മുടെ ആലപ്പുഴ അല്ലെങ്കിൽ എന്താണ് കോട്ടയം, ചെങ്ങന്നൂർ ആ ഭാഗത്തൊക്കെ ഇത് കുറച്ച് കോമൺ ആണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ വലുതായിട്ട് ആരും വാങ്ങിക്കാറില്ല എന്ന് തോന്നുന്നു. I don't know. ഓക്കെ ഫൈൻ. പക്ഷേ വൈറ്റ് മീറ്റാണ്, സോഫ്റ്റാണ്, ലൈക്ക് ഓക്കെ ഇടത്തരം സോഫ്റ്റാണ്, എന്തോ അടിപൊളിയാണ്. ഭയങ്കര മുള്ളും കാര്യങ്ങളൊന്നും ഇല്ല. സൂപ്പർ ഫിഷാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ ടീംമേറ്റാണ് അംജിത്താണ് നമ്മുടെ മെയിൻ ഷെഫ്. പുള്ളിക്കാരനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതെല്ലാം അറിയാമല്ലോ നിങ്ങൾക്ക്. വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി, മുളക്, പച്ചമുളക്, വെളിച്ചെണ്ണ എല്ലാം സെറ്റ് ചെയ്ത് നൈസായിട്ട് അവൻ ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് എല്ലാം സെറ്റാണ്. അപ്പം അതൊരു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് സംഭവം അടുക്കാൻ തുടങ്ങി. പിന്നെ എന്ത് പറയാൻ മാൻ, അവൻ പിന്നെ കുക്കിംഗ് ഒക്കെ പണ്ട് ഇഷ്ടമായതുകൊണ്ട്. കാരണം ഇതിൻ്റെ കൂടെ തന്നെ സൈമൾട്ടേനിയസ്ലി നമ്മൾ സ്ക്വിഡ് ഡ്രൈ പെരട്ട് അങ്ങനെ ഒരു സംഭവം എന്തോ ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് 2-3 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുക്കിംഗ് ഒക്കെ പൊളിയാണ്. നമ്മൾ കുളമാവ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ചിക്കൻ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് വേറെ ലെവല് പൊളി. അപ്പോൾ ഇന്നൊരു വെറൈറ്റി, കാരണം പയ്യന്മാരൊക്കെ ആയിട്ടൊന്ന് കൂടിയപ്പോഴത്തേക്ക് നമ്മൾ വി ഓൾവേസ് പ്രിഫർ എന്താ പറയുക കുക്കിംഗ്, ലൈക്ക് അത് വേറൊരു വൈബാണ്. കാരണം നമുക്ക് എല്ലാവരുമായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്ത് 2 ഷോട്ട്സൊക്കെ അടിച്ച് പഴയ കഥകളൊക്കെ പറഞ്ഞ് മനസ്സിലായി, അത് വേറൊരു രസമാണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം വാങ്ങിക്കുക, മനസ്സിലായി, കടയിൽ പോയി അത് ഇത് എല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ എന്തെങ്കിലും മറന്നിട്ട് തിരിച്ചു പോകണം, അതിൻ്റെ ഇടയിൽ ഗ്യാസ് തീരണം, വേറെ ലെവല് വൈബാണ്. എന്തോ പറയാൻ. അപ്പോൾ അതാണ്. അപ്പോൾ ഒന്ന് വെറൈറ്റിക്ക് ഫിഷ് അങ്ങ് ട്രൈ ചെയ്ത്, ഫിഷും കണവയും പൊളി, വേറെ ലെവല് പൊളി. അത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇർഷാദിൻ്റെ കെയർ ഓഫിൽ ട്രാവൻകൂർ ഫിഷറീസ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അവിടുന്ന് ഫിഷൊക്കെ സെറ്റാണ്. അപ്പോൾ അത് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അംജിത്ത് അറിയാമല്ലോ, കുളമാവിലെ മെയിൻ ഷെഫ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്നും നോക്കാനില്ല. അപ്പം ഇതാണ് സംഭവം. ഇതിൻ്റെ ഈ കളർ ടെക്സ്ചർ ഇങ്ങനെ ഡാർക്ക് ഈ ബ്രൗണിഷ് ആവും തോറും നമുക്കറിയാൻ പറ്റും ലൈക്ക് ഫ്രൈ എത്രമാത്രം നമുക്ക് ഇത് മനസ്സിലായില്ലേ, സോഫ്റ്റായിട്ട് വേണം, കുറച്ചും കൂടെ മൊരിച്ച് വേണമെന്നൊക്കെ ഉള്ള അറിയാമല്ലോ. ഇതെല്ലാം അവൻ പറഞ്ഞുള്ള അറിവാണ്, എനിക്ക് വലിയ പിടിയൊന്നുമില്ല. പിന്നെ ഉള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്ത് ഇത് തൽക്കാലം വെക്കുന്നത് നമ്മളൊരു കുക്കറിലാണ്. കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് കുക്കറിൽ കുറച്ച് എണ്ണയൊക്കെ തോരാൻ വേണ്ടി ഇങ്ങനെ വെച്ചു. അപ്പോൾ ഞാനും അത് ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, കഴിയുന്നത് നമുക്ക് സ്വിഗ്ഗിയിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കാൻ തെറ്റൊന്നുമില്ല, ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ തെറ്റൊന്നുമില്ല, കാരണം പെട്ടെന്ന് കാര്യം നടക്കും. പക്ഷേ എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്യണതിൻ്റെ ആ ഒരു സുഖം വേറൊരു വൈബാണ്. വല്ലപ്പോഴൊക്കെ നിങ്ങളും ട്രൈ ചെയ്യുക. അവസാനം ഇത് ഒരു പീസ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇർഷാദിന് കൊടുക്കും. അത് കണ്ടു നോക്കണം അതിൻ്റെ എക്സ്പ്രഷൻ. നല്ല തിളച്ച ചൂട് പീസാണ് വെച്ച് കൊടുത്തത്. പക്ഷേ പയ്യെ ഹാൻഡിൽ ചെയ്ത്, വേറെ സീനൊന്നുമില്ല. അപ്പം വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ യു പീപ്പിൾ റൈഡ് സേഫ്, ഓക്കെ, എൻജോയ്, ടേക്ക് കെയർ. എൻ്റെ എക്സ്പ്രഷൻ നോക്ക്.